اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തഖ്വയുള്ള മനുഷ്യന്മാരുടെ രണ്ട് രൂപങ്ങൾ പറഞ്ഞു. അതിലൊന്ന്, അല്ലാഹു തആല ഒരു ജീവിത മാർഗത്തിൽ ഒരു മനുഷ്യനെ നിർത്തിയിട്ട് അയിന്ന് മോചനം ആഗ്രഹിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ല എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചത്. ഇനി അതോടുകൂടെ തന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഒരു മനുഷ്യന് അല്ലാഹു തആല എല്ലാ ജീവിത തിരക്കുകളിൽ നിന്നും മാറി നിൽക്കാനും അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് മാത്രം ജീവിക്കാനുള്ള സൗകര്യം അല്ലാഹു തആല നൽകി. എന്നിട്ട് പിന്നെയും അവൻ ആ തിരക്കിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളത് അത് ഏറ്റവും വലിയ പതനമാണ് എന്നാണ് ഈ ക്ലാസ്സിലൂടെ നമ്മോട് എന്ത് ചെയ്യുന്നത് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നത്. വ ഇറാദത്തുക, നീ ഉദ്ദേശിക്കൽ, അൽ അസ്ബാബ, ജീവിത മാർഗങ്ങളെ നീ ഉദ്ദേശിക്കൽ, മഅ ഇഖാമത്തില്ലാഹി ഇയ്യാക, അല്ലാഹു തആല നിന്നെ നിർത്തിയതിനോടൊപ്പം, ഫി തജ്രീദി, മോചനത്തിൽ. അങ്ങനെ ജീവിത മാർഗങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി ആ ജീവിത വ്യാപാരങ്ങളും മറ്റ് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഒഴിവായിട്ട് നിൽക്കാനുള്ളൊരു തൗഫീഖ് അല്ലാഹു തആല ഒരു മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അവൻ എന്ത് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ, അവനക്ക് അല്ലാഹു തആല അവൻ അധ്വാനിക്കൊന്നും വേണ്ട, അധ്വാനിക്കാത്ത തന്നെ അവന് ഉദ്ദേശിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹു തആല എന്ത് ചെയ്യുന്നുണ്ട്, ആ വ്യക്തിക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ആ കുടുംബത്തിനെ പോറ്റുന്നുണ്ട്. അങ്ങനത്തെ ഇഷ്ടംപോലെ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓൻ എന്ത് ചെയ്യും, തിരക്കുകളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഓൻ 24 മണിക്കൂറും അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. എന്നാൽ അവന്റെ ഭക്ഷണം മറ്റു കാര്യങ്ങളൊക്കെ അല്ലാഹു തആല എന്ത് ചെയ്യുന്നുണ്ട്, അവനറിയാതെ തന്നെ അവനക്ക് അല്ലാഹു തആല കൊടുക്കുന്നുണ്ട്. എന്നിട്ടും എന്ത് ചെയ്യുക, അതിനൊഴിവാക്കിയിട്ട് ജീവിത തിരക്കുകളിലേക്കും അധ്വാനങ്ങളിലേക്കും പോവുക എന്നുള്ളത് ഇൻഹിതാത്തുൻ അനിൽ ഹിമ്മത്തിൽ അലിയ, ഉന്നതമായ ഇച്ഛാശക്തിയിൽ നിന്നുള്ളതായ പതനമാണ് എന്നാണ്. അതായത് അങ്ങനെ എല്ലാവർക്കും അല്ലാഹു തആല കൊടുക്കൂല. അയാൾ അങ്ങനത്തെ വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ ഇക്കാരം കണ്ടിട്ടുണ്ടാവുള്ളൂ. കുറച്ച് ആൾക്കാരെ മാത്രമേ ഇക്കാരം എന്തുണ്ടാവും നമ്മൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. കാരണം മുഴുവൻ സമയത്തും ഇബാദത്ത് ചെയ്യാൻ അല്ലാഹു തആല ഒരു മനുഷ്യന് തൗഫീഖ് കൊടുത്തു. എന്നാ അവന്റെ ജീവിത കാര്യങ്ങളൊക്കെ അവൻ അറിയാതെ നടന്നു പോകുന്നുണ്ട്. എന്നിട്ടും അവൻ എന്ത് ചെയ്യുക, അത് ഒഴിവാക്കിയിട്ട് തിരക്കുകളിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് അത് വലിയൊരു പതനം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ സമാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. പല ആളുകളുടെയും അധ്വാനം കാണുമ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ അടുത്ത തലമുറക്കും അതിന്റെ അടുത്ത തലമുറക്കും അതിന്റെ അടുത്ത തലമുറക്കൊക്കെ തിന്നാനുള്ളത് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പം തന്നെ ലക്ഷ്യം. ഈ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് വരുന്നൊരു ക്ലാസ്സിൽ പറയാം, നായകൾക്കുള്ള ഒരു 9 ഗുണങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട റൂഹുൽ ബയാൻ എന്ന കിതാബിൽ പറയുന്നുണ്ട്. സ്വാലിഹീങ്ങൾക്കുള്ള 9 ഗുണങ്ങൾ ആർക്കുണ്ട്, നായക്കുണ്ടെന്ന്. അതിലൊന്നാണ് നാളേക്കുള്ളത് നായ ഇന്ന് ചിന്തിക്കൂല. നാളെ നമ്മൾ ഇനി എന്താ കാട്ടുക, ഭക്ഷണത്തിന് എന്താ കാട്ടുക, അത് നായ ഇന്ന് എന്ത് ചെയ്യൂല, ചിന്തിക്കൂല. അത് നേരം വെളുക്കട്ടെ, നേരം വെളുക്കുമ്പോൾ അല്ലാഹു തആല അതിന് എന്തുണ്ടാകും, ഒരു വഴി കാണിച്ചു തരും. അത് സ്വാലിഹീങ്ങളുടെ അടയാളാണ്. അവർ നാളെ കുറിച്ചുള്ള ഒരു ചിന്ത അവർക്കില്ല. ഓല നാളെ ഏതാണ്, ആഖിറത്തിന്റെ നാളെയാണ്. അതിനെക്കുറിച്ച് അവർക്ക് നല്ല ശ്രദ്ധ ഉണ്ട്. അപ്പൊ നായക്കുള്ള ഏറ്റവും വലിയൊരു ഗുണമാണ് എന്ത്, നാളേക്കുള്ള ചിന്ത ഇല്ലാതിരിക്കുക എന്നുള്ളത്. അത് സ്വാലിഹീങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു വിശേഷണമാണ്. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത്, അല്ലാഹു തആല എല്ലാ നിലക്കുള്ള ഇബാദത്തിനും സൗകര്യം നമുക്ക് തന്നിട്ട് എന്നിട്ടും നമ്മൾ ജീവിത വ്യാപാരങ്ങളിൽ തിരക്കുകളിലേക്ക് പോവുക എന്നുള്ളത് ഇത് വലിയൊരു പതനത്തിന്റെ അടയാളമാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഖിലാഫത്ത് ഏറ്റെടുക്കുന്ന കാലഘട്ടം,
അപ്പൊ എല്ലാ വീട്ടിലും നമ്മളൊക്കെ റേഷനരി കിട്ടുമല്ലോ, അതേമായിരുന്നു ബൈത്തുൽ മാലിന്ന് എന്ത് ചെയ്യും, എല്ലാ മുസ്ലിമീങ്ങൾക്കും ഒരു വിഹിതം കിട്ടലുണ്ട്. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭാര്യ എന്ത് ചെയ്യും, ആ കിട്ടുന്ന ധാന്യത്തിൽ നിന്ന് ലേശം എടുത്തു വെക്കും, ഒരു ലേശം അവിടെ മാറ്റി വെക്കും, ലേശം എടുത്തു. അങ്ങനെ കിട്ടുന്നതിൽ നിന്നൊക്കെ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് കൊണ്ടാണ് സിദ്ദീഖ് തങ്ങളും ഭാര്യയും മക്കളൊക്കെ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഇങ്ങനെ പോവുക. അങ്ങനെ ഒരു സ്പെഷ്യൽ ദിവസം എത്തിയപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളുടെ അടുത്തേക്ക് ഒരു അലീസയുമായിട്ട് ഭാര്യ വന്നു. എന്ന് പറഞ്ഞാൽ പായസം ഒരു ഉദ്ദേശിക്കുക, ഒരു പായസവുമായിട്ട് ഭാര്യ വന്നു. അപ്പോൾ സയ്യിദന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എവിടുന്നാണ് ഈ പായസം ഉണ്ടാക്കാനുള്ള ധാന്യം കിട്ടിയത് ചോദിച്ചു. അപ്പൊ ഭാര്യ പറഞ്ഞു, അത് നമുക്ക് ബൈത്തുൽ മാലിൽ നിന്ന് കിട്ടുന്ന ധാന്യം ഉണ്ടല്ലോ, അതിന് നമ്മൾ തിന്നിട്ട് ലേശം ബാക്കി ഉണ്ടാകേണ്ടത് ഞാൻ കുറച്ചെടുത്ത് അത് ഒരുമിച്ച് കൂട്ടി ഞാനൊരു പായസം ഉണ്ടാക്കിയതാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അപ്പൊ നമ്മൾ തിന്നിട്ടും കുറച്ച് ബാക്കി വരുന്നുണ്ടില്ല, എന്താ എന്നാൽ അത് നമുക്ക് അവകാശപ്പെട്ടതല്ല, അത് മറ്റ് മുസ്ലിമീങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അരിയിൽ നിന്ന് കുറച്ച് ഭാഗം ഞാൻ ഇനി മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചുരുക്കിയിട്ടുണ്ട്. ഇനി മുതൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചുരുക്കി. അങ്ങനെയായിരുന്നു സത്യത്തിൽ സ്വഹാബത്തിന്റെ ജീവിതം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളെ നാട്ടിൽ ഇപ്പോൾ സ്വഹാബത്തിന്റെ കാലത്തുള്ള ഏറ്റവും വലിയ ബിദ്അത്ത്, പുത്തൻവാദം എന്ന് പറഞ്ഞാൽ എന്താ അറിയും, ഒരു പത്തിരിക്ക് 2 കറി ഉണ്ടാകുക എന്നുള്ളതാണ്. ഒരു പത്തിരിക്ക് 2 കറി ഉണ്ടാകുക എന്നുള്ളതാണ്. ഒരു സ്വഹാബിക്ക് 2 വസ്ത്രമുണ്ടായപ്പോൾ പല സ്വഹാബികളും അദ്ദേഹത്തെ ആക്ഷേപിച്ചിരുന്നു എന്നാ. റസൂലുള്ളാഹിന്റെ കാലത്ത് 2 വസ്ത്രം ആർക്കെങ്കിലും ഉണ്ടായിരുന്നു, അത് ദൂർത്താണ് എന്ന് എന്ത് ചെയ്തിരുന്നു, സ്വഹാബത്ത് മറ്റുള്ളവരോട് പറഞ്ഞിരുന്നു. അത്രയും സൂക്ഷ്മമായ ജീവിതമായിരുന്നു ആരുടേത്, സ്വഹാബത്തിൻ്റെത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള ഭാഗ്യമൊക്കെ നമ്മളെടുത്ത് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള മുഴുവൻ സമയവും നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ നീക്കി വെക്കുകയാണ് വേണ്ടത്. ചില ആളുകൾ ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ നിർത്തി വന്നിട്ട് ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു എവിടെങ്കിലുമൊക്കെ കടയിൽ പോയി നിൽക്കണതൊക്കെ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം ജീവിക്കാനൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ വെറുതെ ഇങ്ങനെ നിൽക്കണ്ടേ, എന്തിനാ വെറുതെ നിൽക്കണേ, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പരിശുദ്ധ ഖുർആൻ ഓതാ, അതുപോലെ തന്നെ ദിക്റുകൾ ചെല്ലാം. നമുക്ക് എത്ര നിസ്കാരം അശ്രദ്ധയോടുകൂടെ നിസ്കരിച്ചിട്ടുണ്ട്, ആ നിസ്കാരങ്ങളൊക്കെ നമുക്ക് മാറ്റി നിസ്കരിക്കാം. ഒരുപാട് അവസരങ്ങൾ അല്ലാഹു തആല, ഇഷ്ടംപോലെ സമയങ്ങൾ അല്ലാഹു തആല നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ തരികയാണ്. അത് വലിയൊരു തൗഫീഖാണ്, അത് വലിയൊരു തൗഫീഖാണ്. എത്രയോ ആളുകൾ ഇപ്പൊ ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ നാട്ടിലൊരു മരണം ഉണ്ടായി. ഒടമല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആക്സിഡന്റ് മരണം ഉണ്ടായി. ആക്സിഡന്റ് മരണം ഉണ്ടായത് നമ്മളെ ആനവങ്ങാടാണ്, ആ കൃഷ്ണ തിയേറ്ററിന്റെ അവിടെ അല്ലേ. 23 വയസ്സാണ് അല്ലേ. അവർക്കൊന്നും എത്ര കാര്യങ്ങൾക്ക് അല്ലാഹു തആല തൗഫീഖ് കുറച്ചു ആ മനുഷ്യന് അല്ലേ. എത്രയോ വിഷയങ്ങൾക്ക് തൗഫീഖ് കുറച്ചില്ലേ. എന്നാൽ അല്ലാഹു തആല നമുക്ക് എല്ലാ നിലക്കുള്ള ആയുസ്സും സൗകര്യങ്ങളും ഒക്കെ നമ്മൾ തന്നിട്ട് നമ്മളത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ അപകടം തന്നെയാണ്. അത് വലിയൊരു അപകടം തന്നെയാണ്. കാരണം ഇപ്പോൾ എത്യോപ്യ, അതുപോലത്തെ സുഡാന്, അതുപോലെ നൈജീരിയ പോലത്തെ രാജ്യങ്ങളെ കുറിച്ചൊക്കെ അവിടെയൊക്കെ നമ്മളെ സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ പറയുന്നത് കേൾക്കുന്നൊരു വിഷയമുണ്ട്, കഴിക്കാൻ നേരെ ഭക്ഷണമല്ല. മദ്രസയിൽ ശരിക്കും അവർക്കൊരു ബോർഡ് പോലും ഇല്ല. എന്നിട്ട് മണലിൽ എഴുതിയിട്ടാണ് അവർക്ക് ഉസ്താദ് എന്ത് ചെയ്യുക, കാണിച്ചു കൊടുക്കുക. മണലിൽ എഴുതിയിട്ട്. കുറച്ചൊക്കെ കഴിവുള്ള ആളുകൾക്ക് എന്തുണ്ട്, ഒരു സ്ലേറ്റും മറ്റു കാര്യങ്ങൾ, സ്ലേറ്റ് അതന്നെ ഏറ്റവും വലിയ ഒരു ഓള ക്വാളിറ്റിയുള്ള സാധനമാണ് സ്ലേറ്റും കാര്യങ്ങളൊക്കെ. അതില്ലാത്ത ആളുകൾ മറ്റുള്ളവരുടെ സ്ലേറ്റിൽ നോക്കുക. നമ്മളെ നാട്ടിലൊക്കെ 50 വർഷം മുമ്പുണ്ടായിരുന്ന ജീവിതം ഉണ്ടല്ലോ, ആ ജീവിതമാണ് ഇന്ന് എത്യോപ്യയിലും സുഡാനിലും നൈജീരിയയിലൊക്കെ ആൾക്കാർ ജീവിക്കുന്നത്. എന്നാലോ ഈമാനിന് അവർക്ക് യാതൊരു കുറവില്ല, നല്ല കടുകട്ടി ഈമാനാണ് അവർക്കൊക്കെ ഉള്ളത്. അപ്പൊ നമ്മളൊക്കെ പണ്ട് കാലത്ത് ഞാൻ പ്രസംഗിക്കുന്ന സമയത്തൊക്കെ ഹദീസിൽ കണ്ടിട്ടുണ്ട്, സ്വർഗത്തിൽ കൂടുതലായിട്ട് പാവങ്ങളായ ആൾക്കാരാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചിരുന്ന അയലോക്കത്തെ അയമാക്കിയേക്കാരും സ്വർഗത്തിലെന്ന്. അതൊന്നുമല്ല പാവങ്ങള്. ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലായിട്ട് നേരം ഭക്ഷണം കഴിക്കാനില്ലാഞ്ഞിട്ട് പാടത്തുനിന്ന് കിട്ടുന്നതായ ഇതുണ്ടല്ലോ, മണ്ണ്, ആ മണ്ണില് ഒലീവെണ്ണ ഒഴിച്ചിട്ട് ബിസ്ക്കറ്റ് ആക്കി കഴിക്കുന്ന ആൾക്കാർ രാജ്യത്തുണ്ട്. പണ്ട് നിങ്ങൾ കേട്ടുക്കണമെന്നാവോ, ഒരു സൗദിയിലൊരു മുഫ്തി പരിശുദ്ധ റമളാനിന് ഈ ചോദ്യങ്ങൾക്ക് സുആലും ജവാബും ഉണ്ടാവും. ചോദ്യങ്ങൾക്ക് ഇങ്ങനെ മറുപടി പറയണം.
ആ സമയത്ത് ഒരു സുഡാനിയായ ഒരാള് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്ത്? ഒരു ദിവസം നോമ്പറക്കാതെ അടുത്ത ദിവസവും അതുകൊണ്ട് തന്നെ നോമ്പ് പിടിക്കുന്നത് കൊണ്ട് വല്ല കുഴപ്പമുണ്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? നോമ്പ് തുറക്കല്ല. അത് കേട്ടിട്ട് ആ മറ്റേ ഉസ്താദ് കരഞ്ഞുപോയി. കാരണം എന്താണ്? ഒരു നോമ്പറക്ക നമ്മക്കൊക്കെ നോമ്പറന്നിട്ട് എങ്ങനെയാ ഇപ്പൊ നമ്മൾക്ക് നോമ്പറക്കല്? ഇപ്പൊ എന്താണ് ഞാനൊരു കമന്റിൽ വായിച്ചു, ഇങ്ങനെ മുസ്ലിങ്ങൾ നോമ്പറക്കുകയാണെങ്കിൽ ഓർക്ക് നോമ്പിന്റെ കൂലിയൊക്കെ മുഴുവൻ എന്ത് ചെയ്യും? ആരാ എഴുതണം? ആ മുസ്ലിമായ ഒരാൾ എഴുതാണ്. കാരണം നമ്മളെ എണ്ണക്കടി തിന്നിട്ട് പിന്നെ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് പിന്നെ നമുക്ക് ഇത് തിന്നാനുള്ള സ്ഥലമില്ല. എന്നിട്ട് നമുക്ക് തറാവിക്ക് ശേഷം പിന്നെ ബാക്കി കഴിക്കണം. കാരണം സ്ഥലമില്ലായിട്ടാണ്, പൂതില്ലായിട്ടല്ല, സ്ഥലമില്ലായിട്ടാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹു തആല ഇബാദത്തിന് തൗഫീഖ് ഒരു മനുഷ്യന് തരിക എന്ന് പറഞ്ഞത് അത് വലിയ കാര്യം തന്നെയാണ്. അപ്പൊ സാമ്പത്തികമായിട്ട് അല്ലാഹു തആല നമുക്കറിയാത്ത മാർഗത്തിലൂടെ നമുക്ക് തരിക എന്ന് പറഞ്ഞൊരു തൗഫീഖാണ്. എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യാണ്? ആ തിരക്കൊക്കെ നമ്മൾ അങ്ങോട്ട് പോവുക, ആ തിരക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? അങ്ങോട്ട് പോവുക. അതാണ് പറയുന്നത്, വ ഇറാദത്തുക, നീ ഉദ്ദേശിക്കൽ, അൽ അസ്ബാബ, ജീവിത മാർഗങ്ങളെ നീ ഉദ്ദേശിക്കൽ, മഅ ഇഖാമത്തില്ലാഹി ഇയ്യാക, അല്ലാഹു തആല നിന്നെ നിർത്തിയതിനോടുകൂടെ, ഫി തജ്രീദി, മോചനത്തിൽ, ജോലി ഒന്നും എടുക്കാതെ തന്നെ ജീവിക്കാനുള്ള ഒരു കണ്ടീഷനിലേക്ക് അല്ലാഹു തആല എത്തിച്ചിട്ടുണ്ട്. എന്നിട്ടും നീ ആ തിരക്കുകളിലേക്ക് പോവുക എന്നുള്ളത് ഇൻഹിതാത്തുൻ അനിൽ ഹിമ്മത്തിൽ അലിയ, ഉന്നതമായ ഇച്ഛാശക്തിയിൽ നിന്നുള്ളതായ പതനമാണ്. കാരണം അത് സ്വാലിഹ്യങ്ങൾക്ക് മാത്രമേ അങ്ങനത്തെ ഒരു കഴിവ് കൊടുക്കുള്ളൂ. ബഹുമാനപ്പെട്ട സയ്യിദുന ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു, ശരിക്കും നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്നറിയോ? ഇബാദത്തുകൾക്കൊരു സുഖം കിട്ടണമെങ്കിൽ നമ്മളെ ഹൃദയത്തിൽ ഒരു പ്രണയത്തിന്റെ ഒരു അംശം വേണം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. നമ്മൾ ഇശാ നിസ്കരിക്കുമ്പോൾ അള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ട് നിസ്കരിച്ചു നോക്കണം. അത് ഭയങ്കര റാഹത്തേക്കാണ്. എത്ര നിസ്കരിച്ചാലും പൂതി മാറൂല. അള്ളാഹിനെ സ്നേഹിച്ചിട്ട് നമ്മൾ ദിക്റില്ല, സ്നേഹിച്ചിട്ട് സ്വലാത്ത് ഇല്ല. ആ പ്രണയത്തിലൂടെ നമ്മളെ ഹൃദയത്തിന്റെ കണ്ണെന്ത് ചെയ്യുള്ളൂ? തുറക്കുള്ളൂ. ആ പ്രണയത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ഹൃദയത്തിന്റെ കണ്ണ് തുറക്കാൻ കഴിയുള്ളൂ, അല്ലാതെ കഴിയില്ല. ബഹുമാനപ്പെട്ട ആര്? വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഇവിടെ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ത്വായിഫില് പള്ളി ഉണ്ടാക്കിയ മഹാനാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ബൈത്ത മുസ്ലിയാർ ത്വായിഫിലേക്ക് എത്തിയപ്പോ തന്റെ കൂട്ടുകാരനായ ഉമർ ഖാദിന്റെ പള്ളി കണ്ടു, ഉമറുൽ മലൈബാരിന്റെ പള്ളി കണ്ടപ്പോ ബൈത്ത മുസ്ലിർക്ക് വലിയ അത്ഭുതമായി. ഈ കേരളത്തിൽ എൻ്റെ കൂടെ എൻ്റെ ശരീക്കായി നിൽക്കുന്ന ഉമർ ഖാദി എങ്ങനെയാണ് ഇപ്പോ ഈ സൗദി അറേബ്യയിലേക്ക് ഇങ്ങനെ വരുന്നത്? ആ സമയത്ത് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, ഇവിടെ പണിക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി മൂപ്പര് രാവിലെ ഇവിടെ വരലുണ്ട്, പണിക്കാർക്ക് പൈസ കൊടുക്കാൻ വൈകുന്നേരം മൂപ്പരോട് വരലുണ്ട്. എങ്ങനെയാണ് ഇത് കേൾക്കുന്നത്? കുലൂബുൽ ആരിഫീന ലഹ ഉയൂനുൻ തറാമാല യറാഹും നാദിറൂന. ആരിഫീങ്ങളാകുന്ന ആളുകൾക്ക് ഹൃദയത്തിൽ ചില കണ്ണുകളുണ്ട്, നമുക്ക് കാണാൻ പറ്റാത്ത പലതും അവരാ കണ്ണുകൊണ്ട് കാണും. മാത്രമല്ല വ അജ്നിഹത്തുൻ തതീറു ബിഗൈരിരീഷിൻ ഇലാ മലകൂതി റബ്ബിൽ ആലമീൻ. അവർക്ക് മലക്കൂത്തിയായ ലോകത്തേക്ക് പറക്കാൻ എന്തിന്റെ ആവശ്യമില്ല? ചിറകിന്റെ ആവശ്യമില്ല. ചിറകില്ലാതെ പറന്നു പോകുന്ന ചില ആളുകളുണ്ട്, സ്വാലിഹീങ്ങളാകുന്ന ആൾക്കാർ. അതിന് നമ്മളെ ഹൃദയത്തിൽ എന്തു വേണം? ഒരു പ്രണയം നമ്മളെ ഹൃദയത്തിൽ വേണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം നമ്മളിപ്പോ ഈ കാണുന്ന കാഴ്ചകളുണ്ടല്ലോ, ഇപ്പൊ ഈ അനുഭവിക്കുന്ന അനുഭവം ഇതല്ല ശരി, ഇതൊക്കെ ഡൂപ്ലിയാണ് എന്ന് തോന്നുന്നൊരവസ്ഥ ഉണ്ട്. അത് ഇന്ന മൂല്യന്മാർക്ക് മാത്രം, അല്ലെങ്കിൽ തങ്ങന്മാർക്ക് മാത്രം, അല്ലെങ്കിൽ ഇന്ന കുടുംബങ്ങൾക്ക് മാത്രം, വലിയ തറവാട്ടിയരൊന്നുമല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട ആര്? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, അല്ലെ? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഒന്നുമില്ലാത്ത ആളാണ്, അല്ലെ? അങ്ങനെ പരിശുദ്ധ ഇസ്ലാമിൽ ആദ്യമായി ബാങ്കിന്റെ വിഷയം വന്നപ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനൊക്കെ ഒരുമിച്ച് കൂട്ടി. അപ്പൊ എല്ലാ സ്വഹാബത്തും വിചാരിച്ചു, ഇന്നേക്കാരം ബാങ്ക് കൊടുക്കാൻ മുക്രിയായിട്ട് തെരഞ്ഞെടുക്കുക. എല്ലാവരും അതിന്റെ ആവേശത്തിൽ, എല്ലാ സ്വഹാബത്തും അങ്ങനെ ആഗ്രഹിച്ചു, എന്നേക്കാരം. പക്ഷെ അള്ളാന്റെ റസൂല് അയിന ബിലാൽ എവിടെയെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചത്. അപ്പൊ ഹൃദയത്തിന്റെ കണ്ണ് തുറന്ന ആൾക്കാർ ഓലൊന്നും ഇല്ലാത്തോലാണെങ്കിലും ശരി, ഓല കുടുംബം മോശമായിക്കോട്ടെ, അവരെ വാപ്പാര് എങ്ങനത്തെ ആൾക്കാർ, അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമല്ല. നമ്മളെ ഹൃദയത്തിന്റെ കണ്ണ് തുറക്കണമെങ്കിൽ നമ്മളെ ഹൃദയത്തിൽ പ്രണയം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഇവിടെ ഇരിക്കുന്ന കുറച്ചൊക്കെ ആൾക്കാർ കുറച്ച് മുതിർന്ന ആൾക്കാരാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി നമുക്ക് അധ്വാനിക്കാനുള്ള സമയമാണ്. നമ്മളെ കളിതമാശകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞു പോയി.
ഇപ്പം ഞാൻ ഇന്ത്യ കൂടി പറയുന്നത് 40 വയസ്സായി, ഞാൻ എപ്പോഴും പറയല്ലോ 40 വയസ്സായി. ഞാൻ അടക്കമുള്ള ആൾക്കാരുടെ കളിതമാശകളുടെ സമയം കഴിഞ്ഞു. ഇനി കാര്യത്തിൻ്റെ സമയമാണ്. ഇനി കാര്യത്തിന് ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശ്രദ്ധിക്കണം കേട്ടോ. അദ്ദേഹം വഫാത്തിന്റെ സമയത്ത് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാകുന്ന സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ആളെ അയച്ചിട്ട് വരുത്തി. സൽമാനുൽ ഫാരിസ് തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ചോദിച്ചു, അല്ല എന്താണ് നിങ്ങൾ എന്നെ വിളിച്ചത് ചോദിച്ചു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിന്റെ കയ്യിൽ റസൂലുള്ള ഒരു കടലാസ് തന്നിരുന്നല്ലോ, ഒരു തോൽ കഷ്ണം തന്നിരുന്നല്ലോ, ആ തോൽ കഷ്ണം എനിക്കൊന്ന് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ആ തോൽ കഷ്ണം ഇങ്ങനെ കൊടുത്തു. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിങ്ങനെ വായിച്ചിട്ട് അവസാനം പറഞ്ഞു അൽഹംദുലില്ലാഹ്. അപ്പോൾ മുനാഫിക്കീങ്ങളെ പേരെഴുതിയ ഒരു എന്തുണ്ടായിരുന്നു, മുനാഫിക്കീങ്ങളെ പേരെഴുതിയ ഒരു തോലുണ്ടായിരുന്നു. ആ തോലിൽ എൻ്റെ പേരില്ലല്ലോ, അൽഹംദുലില്ലാഹ്. മരിക്കുന്ന സമയത്ത് പോലും ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ടുക്കണോ ഇല്ലേ എന്നുള്ള ഭയമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആ ഭയം അവരൊന്നും എന്ത് ചെയ്തിരുന്നില്ല, പോയിരുന്നില്ല. എന്നാൽ അവരൊക്കെ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത് കടക്കാൻ ഒരു മനുഷ്യന് തൗഫീഖ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ തൗഫീഖ് പറയില്ല. അതായത് റസൂലുള്ള കിടക്കുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലം അള്ളാഹുവിന്റെ അർശിനേക്കാളും മഹത്വമുള്ള സ്ഥലം, സ്വർഗത്തിനേക്കാളും മഹത്വമുള്ള സ്ഥലം. ഏത്? റസൂലുള്ള കിടക്കുന്ന ഹുജ്റത്തു ഷരീഫല്ല, ആ സ്ഥലം. അതിനോട് ഒട്ടിയിട്ടാണ് സിദ്ദീഖ് തങ്ങൾ കിടക്കുന്നത്, അതിനോട് ഒട്ടിയിട്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കിടക്കുന്നത്. ആദ്യമായി റസൂലുള്ളാഹിനെ ഇവിടുന്ന് എണീപ്പിക്കുമ്പോൾ കൂടെ ഉണ്ടായിരിക്കും ആര്? ഇവര് രണ്ടാളും. അത്രയും വലിയ പദവിയിലേക്ക് അവരെത്തി. അങ്ങനത്തെ മനുഷ്യനാണ് വഫാത്തിന്റെ സമയത്ത് എൻ്റെ പേരെങ്ങാനും ആ മുനാഫിക്കിന്റെ പട്ടികയിൽ ഉണ്ടോ എന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്തത്, ആ സാധനം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത്. അപ്പം നമുക്ക് സമയങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ പോകാൻ റെഡിയായി നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.